അല്ലേ കൈമാരെ മുംബൈ വേഴ്സസ് കളിയിൽ രോഹിത് ശർമ്മ റിവ്യൂ കൊടുക്കുന്ന സമയത്ത് ടൈമറിൽ സീറോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ റിവ്യൂ കൊടുക്കാൻ പറ്റുമോ? അല്ല, അതിനിപ്പോൾ മുംബൈ ഇന്ത്യൻസും രോഹിത് ശർമ്മയൊക്കെ ആയതുകൊണ്ട് സമയം ഒരു പ്രശ്നമില്ലാന്നുണ്ടോ? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മുടെ പയ്യൻ ബ്രെവിസ് ആ സംഗതി അവൻ്റെ അടുത്ത് പാളിയതാണ്. LBW കൊടുത്ത ബോൾ ഡെഡായി. പിന്നെ 2 ഓടിയിട്ടോ 3 ഓടിയിട്ടോ 4 ഓടിയിട്ടോ ഒരു കാര്യവുമില്ല. അതിനിപ്പോൾ റിവ്യൂ കൊടുത്ത് ഔട്ടല്ല എന്ന് തെളിഞ്ഞാൽ പോലും ഈ ഓടിയ റണ്ണ് കിട്ടൂല. അതാണ് നിയമം. വല്ലാത്തൊരു നിയമമാണത്. അതിനെക്കുറിച്ച് നേരത്തെയൊക്കെ ചർച്ച വന്നതാണ്. ബോൾ മുഴുവൻ ഡെഡാക്കി അത് റിവ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ റീബോൾ ചെയ്യിക്കണോ? അതല്ല ഈ റണ്ണ് കൗണ്ട് ചെയ്യണോ എന്നൊക്കെയുള്ള ചർച്ച നമ്മൾ നടത്തിയിട്ട് കാര്യമില്ല. അത് വേറെ MCCയും ICCയുടെ പാനലൊക്കെ തീരുമാനിക്കേണ്ട കാര്യമായതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഉള്ള റൂൾ വെച്ചല്ലേ കളിക്കാൻ പറ്റൂ. ഇപ്പോൾ ഉള്ള റൂൾ വെച്ച് ആ റിവ്യൂ കൊടുക്കാനൊരു സമയമുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു ടീമിന് റിവ്യൂ കൊടുക്കാം. മറ്റേ ടീമിന് റിവ്യൂ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ്? മാത്രമല്ലെന്നേ, ഇന്നലെ ആ ടൈമർ സ്ക്രീനിൽ കാണിച്ചില്ല. അപ്പോൾ പറയും TV സ്ക്രീനിൽ കാണിച്ച് നോക്കിയിട്ടാണോ കളിക്കാർ ഇത് കൊടുക്കുന്നത്? അല്ല, ജയന്റ് സ്ക്രീൻ ഉണ്ട് ഗ്രൗണ്ടിൽ. അവിടെ ഈ ടൈമർ ഇതുപോലെ തന്നെ കാണിക്കും. ഇന്നലെ ജഡേജ സ്ക്രീനിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു ആ ടൈം നോക്കാൻ വേണ്ടി. എവിടെ ടൈം? ഒന്നും കാണിക്കുന്നില്ല. എന്നിട്ട് നിതിൻ മേനോട് അദ്ദേഹം സംസാരിച്ചൊക്കെ നോക്കി. എവിടെ? പോവാൻ പറയുകയാണ് നിതിൻ മേനോൻ ചെയ്തത്. നിതിൻ മേനോൻ ചെയ്തത് അതിനേക്കാൾ വലിയ അബദ്ധം. കാരണം ലെഗ് സ്റ്റമ്പിൻ്റെ ഏറെ വെളിയിലാണ് ആ ബോള്. അമ്പയർക്ക് തെറ്റുപറ്റും, സ്വാഭാവികമല്ലേ, ആദ്യമായിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് അമ്പയർ എന്നൊക്കെ ചോദിക്കാൻ ആളുണ്ടാവും. റിവ്യൂ അതിനാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ അമ്പയർമാരൊക്കെ ICC എലൈറ്റ് പാനലിലുള്ള അമ്പയർമാരാണ്. നേക്കഡ് ഐ കൊണ്ട് ആ ബോള് ഫേസ് ചെയ്യുന്ന ഘട്ടം നമ്മൾ TV കണ്ടാൽ തന്നെ അത് ലെഗ് സ്റ്റമ്പിൻ്റെ പുറത്താന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന സാധനമാണ്. അപ്പോൾ പിന്നെ സ്റ്റമ്പിൻ്റെ നേരെ ബാക്കിൽ ഇതൊക്കെ നോക്കി ഇതിനു വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്ക് അതെങ്ങനെ സ്റ്റമ്പിന് ഉള്ളെന്ന് തോന്നി? ആ ഇമ്പാക്റ്റ് പോലും അമ്പയേഴ്സ് കൊള്ളുന്ന രൂപത്തിലാണ്. കാരണം 50-50 പുറത്താണ്. എന്നിട്ട് ആ ബോൾ വീണ്ടും പുറത്തേക്ക് ആംഗിൾ ചെയ്ത് പോവുകയും ചെയ്യുന്ന ബോളാണ്. അതിന് LBW കൊടുത്തതിനൊക്കെ ന്യായീകരിക്കാൻ വരുന്നവരെ സമ്മതിച്ചിരിക്കുന്നു. എല്ലാം മനസ്സിലാകുന്നുണ്ട്. എല്ലാം മനസ്സിലാകുന്നുണ്ടേ. ഇപ്പോൾ എന്തായാലും ഇതിൽ ഇത്രേ ചോദ്യമുള്ളൂ. ഒരു ടീമിന് ഒരു നിയമം. റിവ്യൂ ടൈമർ 0 ഒക്കെ ആയാലും റിവ്യൂ എടുക്കാം. മറ്റൊരു ടീമിന് മറ്റൊരു നിയമം. റിവ്യൂ ടൈമർ പോലും കാണിക്കൂല. എന്നിട്ട് സമയം കഴിഞ്ഞെന്നും പറഞ്ഞ് കയറി പോകാനും പറയാം. എന്തായാലും കളി കാണുന്ന എല്ലാവർക്കും എല്ലാം മനസ്സിലാകുന്നുണ്ട്.